എബ്രോഡ് പഠിക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. അപ്പം അതിൽ എന്താ പറയുക, നമ്മളിപ്പോൾ പോകാൻ തീരുമാനിച്ചു, പക്ഷെ നമ്മൾ ശരിക്കും മൈൻഡിൽ വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ നമ്മൾ വിട്ടു പോകുന്ന കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിൽ വെക്കണം എന്നുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവില്ലേ, അതെന്തൊക്കെയാണ്? സ്റ്റഡി അബ്രോഡ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ സ്റ്റുഡൻറ്റിൻ്റെ കരിയറാണ്. ആപ്റ്റിറ്റ്യൂഡ് എന്താണ്, അതേപോലെ സ്റ്റുഡൻറ്റിൻ്റെ കരിയർ എന്താണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. പലപ്പോഴും എൻ്റെ അടുത്ത് വരുന്ന സ്റ്റുഡൻസ് വരുന്നത് അവരെ മുമ്പിൽ കുറേ ഫ്രെയിമുകൾ സെറ്റ് ചെയ്തിട്ടാണ് വരിക. ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അവർ പറയുന്നത് എനിക്ക് ഇന്ന സിറ്റിയിൽ പഠിക്കണം, അതായിരിക്കും ചിലപ്പോൾ അവരെ എനിക്ക് ഇന്ന യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇന്ന കോളേജിൽ പഠിക്കണം എന്നുള്ളതുണ്ടാവും. എനിക്ക് IELTS എടുക്കാതെ പഠിക്കണം, എനിക്ക് GMAT എഴുതാതെ പഠിക്കണം. ഇങ്ങനെ കംപ്ലീറ്റ് 4 ഭാഗത്തും ഇങ്ങനെ ഫ്രെയിം സെറ്റ് ചെയ്തിട്ടാണ് വരിക. അപ്പോൾ ഇതെന്താ പ്രശ്നം വെച്ചാൽ ഇവരുടെ ഓപ്ഷൻസ് ഇവർ തന്നെ സ്വയം വെട്ടിക്കുറയ്ക്കുക. ഇവർ ആരെങ്കിലും ഇവരുടെ റിലേറ്റീവോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ നെയ്ബേഴ്സോ ആരെങ്കിലും പോയ ഒരു സ്ഥലം ഉണ്ടാവും, ഏതെങ്കിലും ഒരു സിറ്റിയിലുണ്ടാവും. ആ സിറ്റി അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റി മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ തീരുമാനം എടുക്കുക. അപ്പോൾ ഇതെന്താ പ്രശ്നം വെച്ചാൽ ഇവരുടെ ഓപ്ഷൻസ് ഇവർ തന്നെ വെട്ടിക്കുറയ്ക്കുക. ഞാൻ പറയുമ്പോൾ ഇങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഒന്നും വെക്കാതിരിക്കുക. സ്റ്റുഡൻസ് വളരെ ഓപ്പണായിട്ട് ഒരു സെർച്ച് നടത്തുക, അല്ലെങ്കിൽ കൺസൾട്ടൻ്റായിട്ട് സംസാരിക്കുക. എന്നിട്ട് അതിൽ ബെസ്റ്റ് ഓപ്ഷൻ ഏതാണ് നോക്കുക. ലാംഗ്വേജ് ബാരിയറില്ല, അല്ലാതെ യൂണിവേഴ്സിറ്റി ബാരിയറില്ല, സിറ്റിയുടെ റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടി പോവുക. അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് കോഴ്സുള്ള യൂണിവേഴ്സിറ്റികളൊക്കെയാണ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണ് ബെസ്റ്റ് യൂണിവേഴ്സിറ്റി, നിങ്ങൾക്ക് ഏറ്റവും ഫിനാൻഷ്യലി അല്ലെങ്കിൽ കരിയർ വൈസ് എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഏതാണെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ വേണം ചൂസ് ചെയ്യാനെന്നാണ് ഞാൻ പറയുക എപ്പോഴും.